മൂന്നാറിൽ പൊമ്പിളൈ ഒരുമയുടെ സമരത്തിൽ മൂന്നാം ദിനം കണ്ണീരും പട്ടിണിയും. ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത സമരം ആരംഭിച്ചപ്പോഴും തങ്ങളുടെ സമരത്തിന് ആളുകളെത്താൻ വൈകിയതാണ് തൊഴിലാളികളെ കണ്ണീരണിയിച്ചത്. സമരം തുടരുന്ന സാഹചര്യത്തിൽ കൊടും പട്ടിണിയിലായ തൊഴിലാളികൾ പലരും സമരമുഖത്ത് തളർന്നു വീണു. മൂന്നാം ദിവസം സമരത്തിനെത്തുമ്പോൾ ഗോമതിയുടെയും ലിസിയുടെയും ഒപ്പമുള്ളവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ഇന്നലെ പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് രാപ്പകൽ നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറിയതിന്റെ കുറ്റബോധമാണ് ഇവരുടെ മുഖത്ത് നിഴലിച്ചിരുന്നത്. ട്രേഡ് യൂണിയനുകൾ ആളുകളെ കൂട്ടുന്നത് കണ്ട് ഇവർ ആദ്യമൊന്ന് പതറി. എന്നാൽ കൂടുതൽ ആളുകൾ എത്തിയതോടെ പെമ്പിളൈ ഒരുമൈ സജീവമായി. തങ്ങളുടെ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ ട്രേഡ് യൂണിയനുകളും പോലീസും സംഘടിതമായി ശ്രമിക്കുന്നുണ്ടെന്ന് പെമ്പിളൈ ഒരുമൈ പറഞ്ഞു. போலீஸ்காரங்க நாங்க நல்ல பாதுகாப்பு கொடுக்க மாட்டோம், நைட்ல பெண்களா இருக்கிறீங்க நல்ல பாதுகாப்பு கொடுக்க மாட்டோம்ட்டாங்க. எங்க கூட இருந்த ஆண்களையும் எங்க கூட இருக்க விட மாட்டேன்ட்டாங்க. அவங்க வீடு வீடா ஏறி இறங்கி நைட்டும் பகலும் ஏறி இறங்கி வீட்டுக்கு வண்டி காசுல இருந்து சாப்பாட்டு காசு வர கொடுத்து அவங்கள கூட்டிட்டு போயிட்டு இருக்காங்க. கொஞ்சம் பேர் பயந்துகிட்டு இங்கிட்டு வரதா அங்கிட்டு வரதான்னு தெரியாம கொஞ்சம் பேர் வீட்டுல இருக்காங்க. അതേസമയം സമരമുഖത്തുള്ളവർക്ക് ഭക്ഷണമോ വെള്ളമോ എത്തിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവർക്ക് ഇപ്പോഴില്ല. ഇതോടെ സമരത്തിനെത്തിയ പലരും വൈകിട്ടോടെ തളർന്നു വീണു. പരിമിതമായ ബിസ്ക്കറ്റുകളും കുപ്പിവെള്ളവും മാത്രമാണ് ഇവർക്ക് അല്പമെങ്കിലും ആശ്വാസമായത്. സമരം തുടരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ കുടുംബങ്ങൾ കടുത്ത പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. പട്ടിണി തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞങ്ങൾ പട്ടിണിയിലായി. ഇപ്പൊ തന്നെ 9 ദിവസം ഞങ്ങൾക്ക് ജോലിയില്ലായിരുന്നല്ലോ. ഈ 9 ദിവസം ജോലിയില്ലാത്ത ബോണസ് കിട്ടിയത് മൊത്തം തിന്ന് തീർത്തു. ഇനി ഞങ്ങൾ പട്ടിണി തന്നെ. ഞങ്ങൾക്കിപ്പോൾ ഇനി 9 ദിവസം ഞങ്ങൾക്ക് പണിയില്ല. ഈ 9 ദിവസം ഞങ്ങൾ പട്ടിണി തന്നെയാണ്. പ്രശ്നപരിഹാരം ഇനിയും വൈകിയാൽ തൊഴിലാളികളുടെ ജീവിതം കടുത്ത ദുരിതത്തിലാകും. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.